നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. എൻഡിഎയുടെ ഘടകകക്ഷിയായ 2020-യുടെ നേതൃത്വത്തിൽ പുനലൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രഘുനാഥ് കമുകഞ്ചേരി കുളത്തൂപ്പുഴയിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് BJP കുളത്തൂപ്പുഴ പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റ് കൈലാസം മുരളിയുടെയും വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യം പിള്ളയുടെയും നേതൃത്വത്തിൽ മറ്റ് പഞ്ചായത്ത് സമിതി ഭാരവാഹികളും പ്രവർത്തകരും കൂടി ചേർന്ന് വലിയ ഒരു സ്വീകരണം ഏർപ്പെടുത്തി. 2020-യുടെ ചിഹ്നമായ ചക്ക നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിനെ കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ നിന്നും സ്വീകരിച്ചത്. തുടർന്ന് അദ്ദേഹം വോട്ടർമാരെ കുളത്തൂപ്പുഴയിലും ടൗണിലുമായി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. NDA സ്ഥാനാർത്ഥിയുടെ വാക്കുകളിലേക്ക്. ഈ പുനലൂർ നിയോജക മണ്ഡലത്തിൻ്റെ സ്ഥിതി പരിശോധിച്ചാൽ വികസനം എന്ന് പറയുന്ന ഒരു വസ്തുത മാത്രമാണ് ഇവിടെ ഉണ്ടാകാത്തത്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ അതിപ്രസരവും ഒക്കെ ധാരാളമുണ്ട്. ഇവിടെ ആകെ വികസനമുള്ളത് ജൂൺ മഴ പെയ്യുമ്പോൾ കല്ലടയാറിന് മാത്രമേ വികസനമുള്ളൂ. അല്ലാതെ മറ്റൊരു വികസനവും പുനലൂർ കണ്ടിട്ടില്ല. നമുക്കറിയാം 1970 മുൻപ് എന്തെങ്കിലും വികസനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വികസന പദ്ധതികൾ വന്നിട്ടുണ്ടെങ്കിൽ അതല്ലാതെ ഒരു വികസനവും പുനലൂരിലുണ്ടായിട്ടില്ല. എടുത്തു പറയാത്തക്ക എത്രയോ വികസനങ്ങൾ വരേണ്ട ഒരു നിയോജക മണ്ഡലം. ഏറ്റവും പ്രധാനമായിട്ടുള്ള ആയൂർ, അഞ്ചൽ, പുനലൂർ, തെന്മല, ആര്യൻകാവ്, കുളത്തൂപ്പുഴ ഇങ്ങനെ തുടങ്ങി വികസന പദ്ധതികൾ അവതരിപ്പിക്കേണ്ട വലിയ ഒരു പ്രദേശമാണ് പുനലൂർ. ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പോലും വരാത്ത ഈ തൊട്ടടുത്ത പത്തനാപുരത്തിന് പണ്ടൊരു പേരുണ്ടായിരുന്നു, കാട്ടുപത്തനാപുരമെന്ന്. ഇപ്പോൾ നമ്മൾ കാട്ടുപത്തനാപുരത്തിൻ്റെ പേരിനോടൊപ്പം കാട്ടുപുനലൂർ എന്നുകൂടി ചേർക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ വികസന കാര്യങ്ങൾ ഒന്നും വന്നിട്ടില്ല. വികസന കാര്യങ്ങൾ വന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഭരണം കൊണ്ട് തകർന്നു പോയ ഇൻഡസ്ട്രികളാണ് പുനലൂരിനുള്ളത്. ഈ ശവക്കല്ലറ പോലെ കിടക്കുന്ന പുനലൂർ പേപ്പർ മിൽ, നമ്മൾക്കറിയാം, നമ്മളെ മുഴുവൻ പേരെയും ചതിച്ചുകൊണ്ട് പേപ്പർ മില്ലിൻ്റെ കടം മുഴുവൻ എഴുതി തീർത്തുകൊണ്ട് ഇതാ വരുന്നു പേപ്പർ മിൽ, 10,000 പേർക്ക് തൊഴിൽ നൽകുന്ന പേപ്പർ മിൽ ഇതാ വരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് എന്തിയെ പേപ്പർ മിൽ ഇന്നവിടെ സിമെൻറ്റും മെറ്റിലും കൂട്ടുന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനമായിട്ട് പേപ്പർ മില്ല് മാറിയിരിക്കുന്നു. എവിടെ ഫ്ലൈവുഡ് ഫാക്ടറി? ആയിരക്കണക്കിന് പേർക്ക് ജോലി കൊടുത്ത ഫ്ലൈവുഡ് ഫാക്ടറി എവിടെ? അങ്ങനെ നോക്കിയാൽ പുനലൂരിൻ്റെ ചരിത്രത്തിൽ വികസനം ഇടതുപക്ഷക്കാർ കൊണ്ടുവന്നിട്ടില്ല. അതുമാത്രമല്ല, ഇത് നമ്മൾ ഇന്ന് ചോദിച്ചാൽ ഇടതുപക്ഷക്കാർ പറയും, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയും, വീട്ടിൽ പോയി ചോദിക്കാൻ പറയും. നമ്മൾക്ക് ചോദിക്കാൻ പോലും അർഹതയില്ല. കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷമായിട്ട് പരനാറി പ്രയോഗം തുടങ്ങി ഇന്ന് അവസാനം എത്തി നിൽക്കുന്നത് വീട്ടിൽ പോയി ചോദിക്കട എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ്. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയെ ഈ തൂത്തെറിയാതെ പുനലൂരിലേക്ക് വികസനം വരില്ല. CPIയുടെ സ്ഥാനാർത്ഥി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. പുനലൂരിൽ വികസനം വരണമെങ്കിൽ ഇടതുപക്ഷ മുന്നണിയോ വലതുപക്ഷ മുന്നണിക്കോ കഴിയില്ല. ഇനി ഞാൻ പറയാം എന്തുകൊണ്ട് 2020-യെ നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ പറയാം. 2020 ഭരിക്കുന്ന 3 പഞ്ചായത്തുകളിൽ നിങ്ങൾ ചെന്നെത്തിയാൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് അവിടെയുണ്ടായ വികസന പ്രവർത്തനങ്ങൾ കണ്ടാൽ 2020 ആയിരിക്കണം ഇന്ത്യ ഭരിക്കേണ്ടതെന്ന് നിങ്ങൾ പറയും. അത്രമാത്രം വികസനങ്ങൾ. ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങൾ ആരെങ്കിലും സർക്കാർ ചെലവിൽ ചായ കുടിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ ചെന്നാൽ നിങ്ങൾക്ക് ചായ തന്നിട്ടുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഓഫീസിലേക്ക് ചെന്നാൽ നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം തന്നിട്ടുണ്ടോ? 2020 ഭരിക്കുന്ന കിഴക്കമ്പലത്തേക്കോ കുന്നത്ത് നാട്ടിലേക്കോ നിങ്ങൾ ചെന്നാൽ നിങ്ങളെ സ്വീകരിക്കുന്നത് ചായ തന്നുകൊണ്ടായിരിക്കും. നിങ്ങൾക്ക് 11 മണിക്ക് ചായ, ഉച്ചയ്ക്ക് ഭക്ഷണം, 3 മണിക്ക് ചായ, 5 മണിക്ക് ചായയും വടയും. ഇത്രയും സാധനങ്ങൾ ഒരു പൗരൻ ഒരു പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറി ചെന്നാൽ തരുന്ന പഞ്ചായത്താണ്. ഏതെങ്കിലും ഒരു പഞ്ചായത്ത് 5 വർഷം ഭരിച്ചതിന് ശേഷം കോടിക്കണക്കിന് രൂപ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞിട്ട് നീക്കിയിരിപ്പ് വെച്ചിട്ടുണ്ടോ? അങ്ങനെ നീക്കിയിരിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 2020 ഭരിക്കുന്ന കിഴക്കമ്പലവും കുന്നത്തുനാടും മാത്രമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ 2020-യുടെ ഭരണം പുനലൂരിൽ വരണം. 2020-യുടെ ഭരണം പുനലൂരിൽ വന്നെങ്കിൽ മാത്രമേ വികസനം എന്ന് പറയുന്ന ഒരു കാര്യം ഈ പുനലൂരിലെ ജനങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അത് വർഷങ്ങളായിട്ട് കടമെടുത്ത് ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് NDAയുടെ നേതൃത്വത്തിലുള്ള, BJPയുടെ നേതൃത്വത്തിലുള്ള, BDJSൻ്റെ നേതൃത്വത്തിലുള്ള, 2020-യുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് വരണം. അതിനാണ് ഞാൻ മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് ചക്ക ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് പറയുന്നത്. വികസനം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും. ന്യൂസിന് വേണ്ടി
റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.